യൂറോപ്യൻ കൺട്രീസ് ആയാലും നോൺ യൂറോപ്യൻ കൺട്രീസ് ആയാലും ഇവരുടെ ജീവിത ചെലവ് ഒരു പരിധിവരെ ട്യൂഷൻ ഫീസും അടക്കാൻ പറ്റുന്ന വിധത്തിൽ പാർട്ട് ടൈം ജോലി ചെയ്ത് തന്നെ ഇവർക്ക് മുന്നോട്ട് പോകാൻ ആയിട്ടുള്ള അവൈലബിലിറ്റി എല്ലാ കൺട്രീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ പ്രധാനമായിട്ട് എടുക്കുകയാണെങ്കിൽ ഓരോ കൺട്രീസ് നോക്കുകയാണെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു പെർമിറ്റ് ഗവൺമെൻറ് തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് നോക്കുകയാണെങ്കിൽ വീക്കിലി 20 hours പെർ വീക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്വീഡനിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് പാർട്ട് ടൈം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓരോ കൺട്രീസ് ചൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതായത് നമ്മൾ എടുക്കുന്ന കൺട്രിയിൽ ഏത് പ്രൊവിൻഷൻസിലാണ് നമ്മൾ പോകുന്നത്, അവിടുത്തെ ജീവിത ചെലവ് എത്രയാണെന്നുള്ളത് നമ്മൾ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ട് കാലത്ത് കുട്ടികൾ പോയിരുന്നിട്ട് ഇവരെല്ലാവരും ചെയ്തിരുന്നത് പാർട്ട് ടൈം ജോബ് ചെയ്ത് തന്നെ നെക്സ്റ്റ് ഇയറിലേക്കുള്ളത് നെക്സ്റ്റ് സെമസ്റ്ററിലേക്കുള്ള ഫീസൊക്കെ കണ്ടെത്താൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വരും കാലങ്ങളിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവർക്ക് ജീവിത ചെലവുകൾ ഒത്തിരി കൂടുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ പാർട്ട് ടൈം ജോബ് ചെയ്ത് ഒരു കംപ്ലീറ്റ് ഫീസ് അടക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ കുറച്ച് ടഫായിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ലോണാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫീസിൻ്റെ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഇനീഷ്യൽ ഇയറിൽ പോകുന്ന ആ ഫീസിനോടൊപ്പം തന്നെ കുറച്ചുകൂടെ ലോൺ ബഫറായിട്ട് പാസ്സാക്കി വെക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും.